നമസ്കാരം, ഞാൻ ജയന്താണ്. സാധാരണ ക്ലീഷേ നമ്മുടെ തമിഴ് പല മൂവികളല്ലേ, സെയിം കഥ. സൂരി എന്ന് പറയുന്ന ഒരു തമിഴ് നടൻ. സൂര്യയുടെ ഒരു സിനിമയും ഞാൻ കണ്ടിട്ടില്ല. എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ പല പോസ്റ്ററുകളും ഞാൻ കണ്ടിട്ടുള്ളൂ. കുറെ കോമഡി ആയിട്ടുള്ള ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് സൂരി എന്ന ഞാൻ കേട്ടിട്ടുള്ളതും ചില കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതും. ഒരു പക്ക മാസ് ആയിട്ടുള്ള ഒരു വേഷം പുള്ളി അങ്ങ് ജീവിച്ചഴിഞ്ഞാടിയൊക്കെയാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ. എല്ലാ തമിഴ് പടങ്ങളെയും പോലെ തന്നെ ഒരു ക്ലീശ ഒരു തമിഴ് സ്റ്റോറി. വെട്ട്, കുത്ത്, കൊലപാതകം. ആദ്യം നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്നു. ആ ഫ്രണ്ട്സിനിടയിൽ ചില പ്രശ്നങ്ങൾ വരുന്നു. ഒരുത്തനെ കൊല്ലുന്നു, അടുത്തവൻ പക വീട്ടാനായിട്ട് വരുന്നു. അങ്ങനെ ഒരു ചിത്രം. കാര്യം ഇത് എത്ര പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് പല പല പടങ്ങളും കത്തിക്കാണും. കാര്യം ഞാൻ തമിഴ് പടങ്ങൾ അധികം കാണാത്തൊരു വ്യക്തിയാണ്. പക്ഷേ റിവ്യൂ ചെയ്യുന്നത് കൊണ്ട് മാത്രം, ഒരു നല്ല ചിത്രമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കണ്ടു. നമ്മുടെ ശശികുമാറിനെയും നമ്മുടെ കേരളത്തിന്റെ ദൈവമായ ഉണ്ണി മുകുന്ദനെയും പോലും മാറ്റി നിർത്തി സൂര്യയുടെ ഒരു വൻ കുതിച്ചുചാട്ടമാണ് നമുക്ക് ഈ ഒരു ഗരുഡൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തിലൂടെ കാണാൻ സാധിച്ചത്. എടുത്തു പറയേണ്ടത് മലയാളി നടി ശിവദ. പുള്ളിക്കാരി ഒരു പക്ക ഒരു തമിഴ് ക്യാരക്ടർ, അല്ലെങ്കിൽ ഒരു തമിഴ് ലേഡി എങ്ങനെയാണോ, അല്ലെങ്കിൽ അവരുടെ വിഷമം ഉണ്ടാവുന്ന സമയത്തെ അവസ്ഥയും അവരുടെ ജീവിത ശൈലിയും എല്ലാം അതിമനോഹരമായി പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൾച്ചറിൽ നിന്ന് ഒരു വ്യക്തി മറ്റൊരു കൾച്ചറിലേക്ക് പോയി അവിടുത്തെ ഒരു പടം ചെയ്തു, അത് ഇത്രയും നാച്ചുറാലിറ്റി കൊണ്ടുവരിക എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു അപാര കഴിവാണ്. അത് എന്തായാലും ശിവദ അതിമനോഹരമായിട്ടാണ് ഈ ഒരു ചിത്രത്തിൽ എന്തായാലും അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഉണ്ണിമൂന്നനെ സംബന്ധിച്ച് എടുത്ത് പറയേണ്ടതായിട്ടൊന്നുമില്ല. പുള്ളിയുടെ പല പല നമ്മുടെ മലയാളം പടങ്ങളിലേക്ക് കാണുന്ന അതേ രീതിക്കുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളി ചെയ്തേക്കുന്നത്. നമ്മുടെ തമിഴിൽ പോയി ചിലപ്പോൾ നമുക്ക് ഒരു മാസം ക്ലാസ് ഒക്കെ പ്രതീക്ഷിച്ചെങ്കിലും എന്തായാലും ഒരു അധികം വലിയ മാസോ ഒന്നും കാണാൻ സാധിച്ചില്ല. എനിക്കെന്തായാലും കാണാൻ സാധിച്ചില്ല. ഒരു നല്ലൊരു നടനാണ്, നമ്മുടെ മലയാളികളുടെ ദൈവമാണ് ഉണ്ണി മുകുന്ദൻ. പക്ഷേ ഒരു ചിത്രത്തിൽ ഉണ്ണി മുകുന്ദനെ നമുക്ക് എടുത്തു പറയാനായിട്ടൊരു പ്രത്യേകിച്ച് ഒരു കാര്യവും സംഭവവും എൻ്റെ കണ്ണിൽ കണ്ടില്ല. എൻ്റെ കണ്ണിന്റെ കുഴപ്പമാണെന്ന് അറിയത്തില്ല. നമ്മുടെ ശശികുമാറിന്റെ ആണെങ്കിൽ പോലും ഒരു സാധാ രീതി. പക്ഷെ ഇവരെ രണ്ടുപേരെയും ഓവർടേക്ക് ചെയ്താണ് നമ്മുടെ സൂരി കഴിഞ്ഞടിക്കുന്നത്. എനിക്ക് തോന്നുന്നു സൂരി എന്ന് പറയുന്നത് നമ്മുടെ വിജയ്, സൂര്യ, വിക്രം, രജനീകാന്ത്, കമലഹാസൻ അവരുടെ നിലയിൽ, അവരുടെ ലെവലിൽ വരെ എത്താൻ കഴിയുന്ന ഒരു നടനാണ് എന്ന് നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരുപാട് കോമഡി ഊള ചിത്രങ്ങൾ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് സൂര്യ. കാര്യം നമുക്കിപ്പോൾ അവസരങ്ങൾ കൊടുക്കാത്തതാണോ അതോ അവസരങ്ങൾ കിട്ടാത്തതാണോ, എന്തായാലും ഇതേപോലെ ഒരുപാട് കഴിവുള്ള നടന്മാർ നമ്മുടെ തമിഴ് സിനിമയിലുണ്ട്. പക്ഷെ അവരെ ആരും യൂസ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കാര്യം പക്ക കോമഡി ചെയ്ത് നടന്ന ഒരു നടൻ ഈ ഒരു ലെവലിന് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ചരിത്രം ചരിത്രം. പിന്നെ കുറച്ച് നല്ല നല്ല കുറച്ച് സീൻസ് സ്റ്റണ്ടാണെങ്കിലും, പിന്നെ സൂര്യയുടെ കുറച്ച് നമ്മുടെ ഈ തെയ്യം ഒക്കെ ഒരു വേഷം കെട്ടിയുമ്പോൾ, അതായത് നമ്മുടെ ഈ ഒരു തെയ്യത്തിനൊക്കെ ഇറങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് പ്രത്യേകം അവർക്ക് ആ ഒരു ടൈമിൽ കിട്ടുന്ന ഒരു ശക്തി, ആ ഒരു സീനൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ കാന്താര സിനിമയിൽ ആ ഒരു നായകന് ശേഷം അതേപോലെ ഒരു അലർച്ചയും കാര്യക്കൊക്കെ ആയിട്ട് നമ്മുടെ തിയേറ്റർ കുലുങ്ങിയ ഒരു ഇതാ എനിക്ക് ഈ ഒരു പടം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത്. എന്താ ഒരു മാസ്സായിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് പോയി സൂര്യയുടെ ഒരു മാസ്സായിട്ടുള്ള ഒരു ചിത്രം കാണണമെങ്കിൽ കാണാം. അല്ലാതെ നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് മലയാളത്തിന്റെ ദൈവമായ ഉണ്ണി മുകുന്ദന്റെ അഭിനയമൊന്നും പ്രത്യേകിച്ച് നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ടൊന്നുമില്ല. ഉണ്ണി മുകുന്ദൻ സാധാരണ അഭിനയിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ണി ഇവിടെയും ചെയ്തിരിക്കുന്നത്. സമയമുണ്ടെങ്കിൽ പോയി കാണും. എന്തായാലും ബോറടിക്കാതെ നിങ്ങൾക്ക് ഇരുന്ന് കാണാം.